നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു പോയിന്റ് കൊണ്ടുണ്ട്. അത് ഡോളർ ട്രെൻഡ് ആണ്. ശരി, നമുക്കറിയാൻ സാധിക്കും എന്താണ് ഡോളർ ഇൻഡെക്സ് എന്നൊരു സംഗതിയാണ്. ഡോളർ ഇൻഡെക്സ് എന്ന് വെച്ചാൽ ഡോളർ എഗൻസ്റ്റ് 7 കറൻസിയുടെ ബാസ്ക്കറ്റ്. ഈ പെർഫോമൻസിന്റെ അനാലിസിസ് ആണ് ഡോളർ ഇൻഡെക്സ് എന്ന് പറയുന്നത്. എമർജിംഗ് മാർക്കറ്റ്സിനെ സംബന്ധിച്ച്, എസ്പെഷ്യലി ഇന്ത്യ അല്ല ബ്രസീൽ, എമർജിംഗ് ലാറ്റിൻ അമേരിക്കൻ കമ്പനീസ് കൺട്രീസ് ആയിട്ടുള്ള മാർക്കറ്റ്സ് സംബന്ധിച്ച്, എസ്പെഷ്യലി ഇമ്പോർട്ട് ഓറിയന്റഡ് കൺട്രീസിനെ സംബന്ധിച്ച് ഡോളർ ട്രെൻഡ് ചെയ്ത് കയറുന്ന എപ്പോഴും തലവേദനയാണ്. കാര്യം നമുക്ക് കൂടുതൽ ഡോളറിന് പൈസ മുടക്കേണ്ടി വരും. നമ്മുടെ എക്കോണമിയെ ബാധിക്കുന്ന കാര്യം വളരെ സീരിയസ് ആണ് ശരിക്കും. അതുകൊണ്ട് എപ്പോഴും ഇന്ത്യൻ ഇക്കോണമി അല്ലെ ഇന്ത്യൻ ഇക്വിറ്റി മാർക്കറ്റ് എന്ന് പറയുന്നത് ഇൻവേഴ്സ്ലി പ്രൊഫഷണൽ ഡോളർ ഇൻഡെക്സ് ആണ്. ഡോളർ ഇൻഡെക്സ് കയറി 110, 111 വരെ പോയിരുന്നു കഴിഞ്ഞ ഒരു മാസം മുമ്പ്. പക്ഷേ യു എസിനെ സംബന്ധിച്ച് ഡോളർ ഇൻഡെക്സ് അതിന്റെ സ്ട്രെങ്ത് കുറയ്ക്കാന്നുള്ള അവരുടെ നിലനിൽപ്പിന്റെ പാട്ടാണ്. എന്തുകൊണ്ടാണ് നിലനിൽപ്പിന്റെ പാട്ടായത്? യു എസിലെ ധാരാളം കമ്പനീസ്, ടോപ്പ് കമ്പനീസ് ഒക്കെ ഡോളർ ലിങ്ക്ഡ് ആയിട്ടുള്ള ഡെറ്റ് ഇൻസ്ട്രുമെന്റ്സ് മാർക്കറ്റിൽ ഫ്ലോട്ട് ചെയ്തിട്ടുണ്ട്. ധാരാളം കമ്പനി ഫ്ലോട്ട് ചെയ്തിട്ടുണ്ട്. അവരുടെ വലിയൊരു വരുമാന മാർഗമാണ്. എന്ന് വെച്ചാൽ ക്യാപിറ്റൽ അക്യുമുലേഷന് വേണ്ടി വലിയ വരുമാന മാർഗമാണ് ഈ സംഗതി. അപ്പൊ എന്താ സംഭവിക്കുന്നത്? ഡോളർ ഇൻഡെക്സ്, ഡോളർ സ്ട്രോങ് ആവുകയും ചെയ്യുന്നു, ഡോളറിന്റെ അപ്രീസിയേഷൻ നടക്കുകയും ചെയ്യുമ്പം അതിനോടൊപ്പം തന്നെ ബോണ്ടിന്റെ ഇൻട്രസ്റ്റ് കൂടെ കയറുമ്പോഴത്തേക്കും എന്ത് സംഭവിക്കും? ഈ കമ്പനികൾക്കൊക്കെ അൺഎക്സ്പെക്ടഡ് ലൂസിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് ശരിക്കും. കാരണം അവർ റിട്ടേൺ ഏർണിംഗ്സിൽ നിന്ന്, അവർ പ്രോഫിറ്റിൽ നിന്ന് വേണം ഇത് കൊടുക്കാനായിട്ട്, ഈ അപ്രീസിയേഷൻ, ആ ഡിഫറൻസ് കൊടുക്കാനായിട്ട്. അപ്പൊ കൺട്രിയെ സംബന്ധിച്ച് ഡോളർ അപ്രീസിയേഷൻ അല്ല, ഡോളർ ഡിപ്രീസിയേഷൻ ആണ് കമ്പനികളുടെ നിലനിൽപ്പിലൂടെ യു എസിനെ സംബന്ധിച്ചിട്ടും ക്രിട്ടിക്കൽ ഫാക്ടർ. ഇപ്പൊ ഡോളർ ഇൻഡെക്സ് 110 എത്തിയതിനു ശേഷം അത് തകർന്ന് വീണ്ടും 103 വരാൻ തുടങ്ങി. നമ്മളെ സംബന്ധിച്ച് ആസ് ഫാർ ആസ് അവർ കൺട്രി ഈസ് കൺസേൺ അത് വളരെ സപ്പോർട്ടീവ് ആണ് മാർക്കറ്റിനെ സംബന്ധിച്ച്. നമുക്കറിയാമല്ലോ, നമ്മൾ ഏറ്റവും കൂടുതൽ ക്രൂഡ് ഇമ്പോർട്ട് ചെയ്യുന്ന കമ്പനികളിലൊന്നാണ്, കൺട്രീസിലൊന്നാണ്. അപ്പോൾ ഒരു ഡോളർ വ്യത്യാസം വന്നാൽ പോലും അത് ഹ്യൂജ് ആയിട്ട് നമ്മുടെ ട്രേഡ് ഡെഫിസിറ്റിനെ ഹ്യൂജ് ആയിട്ട് ബാധിക്കാനുള്ള സാധ്യത എപ്പോഴും ഉണ്ട്. നാച്ചുറൽ ആയിട്ടുള്ള കാര്യമാണ്. സോ നമുക്ക് എപ്പോഴും വേണ്ടത് ഒരു 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 മാനേജബിൾ ലെവൽ ഓഫ് ഡോളർ നമ്മുടെ ഇക്വിറ്റിയെ സംബന്ധിച്ച്, മാർക്കറ്റിനെ സംബന്ധിച്ച്, കൺട്രിയെ സംബന്ധിച്ച് വളരെ ക്രിട്ടിക്കലാണ്. ഇപ്പൊ ഡോളർ ഇൻഡെക്സും ശരിക്കും പറഞ്ഞാൽ താഴത്തേക്ക് ട്രെൻഡ് ചെയ്യാൻ തുടങ്ങി എന്ന് പറയുന്നത് ഓവറോൾ സെന്റിമെന്റ്സ്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സെന്റിമെന്റിലെ ഡൈവേർജൻസ് ഭയങ്കര സ്ട്രോങ് ആണ് സോഫാർ മാർക്കറ്റിൽ.